ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇത് കാണിക്കുന്നത്. ചുമ്മാ നിങ്ങൾക്ക് കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അറിയാം, എന്നാലും ചുമ്മാ ഒരു രസത്തിന് എടുക്കുന്നു. ഇത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വെച്ച പേരക്കമരാണ്. ബാക്കി ആൻറ്റി പറയും. ഇതിൽ കണ്ടോ, നമ്മൾ ഫാമിൽ നിന്ന് കൊണ്ടുവച്ചത്. അത് 2 പേരക്ക ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാവുകയാണ് കേട്ടോ പേരക്ക 2 അതെ, കുഞ്ഞു മരമാണ്, പക്ഷേ വേഗം ചുവന്ന പേരക്കാന്നാണ് പറഞ്ഞത്. നമുക്ക് ഉണ്ടാകുമെന്ന് നോക്കാം. ഉണ്ടായി കഴിഞ്ഞിട്ട് അടുത്ത കാണിച്ചു തരാം. ഇതും അതുപോലെ നമുക്കിവിടെ ഒരു മുണ്ടേരി ഫാം ഉണ്ട്. ആ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച വഴുതനങ്ങയാണ് കേട്ടോ. അതിൽ നിറച്ച് കായ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 1-2 തോരന് പറിച്ചു. ഇതുണ്ടോ, ഇഷ്ടംപോലെ പൂവുണ്ടാകുന്നുണ്ട് കായ്ക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, ഇതുപോലെ ഒരു വഴുതനങ്ങ തൈ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള തോരൻ വെക്കാനുള്ള പച്ചക്കറികളിൽ ഒന്നായി. ഇഷ്ടം പോലെ പൂവുണ്ട് കേട്ടോ. നമ്മൾ ഫാമിൽ നിന്ന് കൊണ്ടുവച്ച ഒരു മാവാണ്. പക്ഷേ 2 കൊല്ലമായി വെച്ചിട്ട് ഇതുവരെ ഇപ്പം കായ്ച്ചിട്ടില്ല. അടുത്ത വർഷം കായ്ക്കുമോ നോക്കാം നമുക്ക്. അതെ, ഇതൊരു കുഞ്ഞു മാവും തൈയാണ്. നമ്മുടെ മൂവാണ്ട മാവാണ്. ഈ കൊല്ലം അവൻ കായ്ച്ചേ അത്യാവശ്യം നമുക്ക് മാങ്ങകളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ റംബുട്ടാൻ. അതെ, റംബുട്ടാൻ എല്ലാ വർഷവും ഇഷ്ടംപോലെ കായ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കായ്ഫലം കഴിഞ്ഞ് തളുത്ത് തുടങ്ങി. ഇഷ്ടം പോലെ കായ് ഉണ്ടാവും. നല്ല മധുരമുള്ള റംബുട്ടാൻ്റെ മരമാണ്. ഇത് കായ്ക്കുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. റംബുട്ടാൻ പറിക്കുന്നതും അങ്ങനെയുള്ള എല്ലാ വീഡിയോസ് ഇട്ട് കാണിക്കാതെ. ഇതും നമ്മൾ ഫാമിൽ നിന്ന് കൊണ്ടുവച്ച് തന്നെയാണ് കേട്ടോ. റംബുട്ടാൻ കണ്ടോ, ഇതിലെ കായ് അത്യാവശ്യം സപ്പോർട്ടാണ് കേട്ടോ. ഇതിൽ കായ് ഉണ്ട്, അത്യാവശ്യം വലിയ കായാണ് കേട്ടോ. ചെറിയ കായൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ആദ്യമായിട്ട് കായ്ക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ കായ് പിടിക്കുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ ഉള്ളതെല്ലാം നമ്മൾ ഫാമിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ. എല്ലാം ബെഡ് തൈകളാണ്. നിറച്ച് പൂവുകൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ കായ്ക്കുള്ള. അതായത് നമ്മുടെ ചിക്കു എന്നറിയപ്പെടുന്ന സപ്പോർട്ട. ചിക്കുവിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇതൊക്കെ ഒരെണ്ണം നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിച്ചാൽ ആവശ്യമുള്ള നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിക്കാം. നമ്മുടെ ആരോഗ്യം നിലനിർത്താം. ഇതുണ്ടോ, നമ്മുടെ വീടിനോട് ചേർന്ന് ഇതാട്ടോ നമ്മുടെ സിറ്റ് ഔട്ടാണ്. ആ വീടിനോട് ചേർന്ന് ഒരു തെച്ച് പിടിപ്പിച്ചതാട്ടോ. അവിടെ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല വലിയ തെച്ചിയാട്ടോ. നമ്മൾ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ അമ്പലത്തിലേക്ക് വേണ്ട ചെത്തി മൊത്തം ഇവിടെ നാട്ടോ പറിക്കുന്നത്. അതേപോലെ തന്നെ അതേ ഒരു തെച്ചിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിലെ പൂ ഏകദേശം കഴിഞ്ഞു, രണ്ടാമത് ഉണ്ടാകാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇതിനകത്ത് ചെത്തി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, ഇല കാണൂല. അങ്ങനെയാട്ടോ പൂ ഉണ്ടാവുക. അതിന് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ടോ ഇതിങ്ങനെ മഞ്ഞ ഇലയൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പൊഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉണ്ടാകാനാണ് തോന്നുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അടുത്ത് കണ്ടോ, ഇത് ശംഖുപുഷ്പമാണ് കേട്ടോ. നീല ശംഖുപുഷ്പമാണ്. ഇഷ്ടംപോലെ പൂവുണ്ടാകലുണ്ട്. നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇത് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ഒക്കെ ഉണ്ടോ. നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. അതുപോലെ ഇഡലി, ദോശ ഇതിനൊക്കെ ഇത് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവുണ്ടായ കുട്ടികൾക്കൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഇഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അത്രയ്ക്ക് ഔഷധ ഗുണമുള്ളതാണ്. നീല ശംഖുപുഷ്പം എന്നാണ് ഇതിന് പറയുക. നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഞങ്ങളുടെ മിറ്റത്തൊരു ആമ്പൽക്കുളം ഉണ്ട്. ഓരോ സാമ്പലുണ്ടായിരുന്നു ഇതിൽ. പക്ഷെ അതാരോ കുറച്ചുകൊണ്ട് പോയി. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കും. പിന്നെ നമുക്കിനി ഇവിടെ ഉള്ളത് നമ്മുടെ മിറ്റത്തുണ്ടൊരു മാവ്, അതും കായ്ച്ചു തുടങ്ങി. പിന്നെ നമുക്ക് 2 കറ്റാർവാഴ ഉണ്ട് ഇവിടെ. വലിയ കറ്റാർവാഴ കേട്ടോ. ഇത് എന്താ പറയുക, ചെത്തിയിട്ട് ഇതിന് നമ്മൾ എന്താ പറയുക, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഇലകളെല്ലാം കട്ട് ചെയ്യും. ഇതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഇവിടം കൊണ്ട് വീണ്ടും കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കുടിച്ചിടും. അപ്പോൾ നമുക്കൊന്നും കൂടി വേണം. അപ്പോൾ കറ്റാർവാഴപ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞാൽ എത്തിച്ച് തരാം കേട്ടോ. അതെ. അപ്പോൾ ആൻറ്റി അടുത്തുള്ളൊരു ചേച്ചി വന്നപ്പോൾ ആ ചേച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.